പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാ ദൈവമക്കളെയും അറിയിക്കട്ടെ. ഇന്ന് അല്പസമയം ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിൻ്റെ ജനമെന്നും ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നിട്ടും മറ്റൊന്നുമല്ല മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന്. അപ്പോൾ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ ആഗ്രഹിച്ച ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആ വഴിയിൽ കൂടി നടക്കുന്നവർക്ക് വേണ്ടുന്ന ആലോചനകളെ തന്ന് നമ്മുടെ ആവശ്യവും ആഗ്രഹവും അറിഞ്ഞ് നമ്മളെ ജയകരമായി നടത്തുവാൻ തക്കണം ഈ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾക്കും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന്. പല വഴികളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കമായിട്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം ഒന്ന് വായിക്കാം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. നാം നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിൽ ഞെരുക്കത്തിൻ്റെ പ്രയാസമാണ്, അതിൽ കൂടി കടക്കുവാൻ സൂക്ഷിച്ച് കടക്കണം. അപ്പോൾ ആ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ജീവൻ്റെ വഴിയാണ്. നിത്യജീവങ്കിലേക്ക് കടന്നു പോകുവാനുള്ള വഴിയാണ് ഇടുക്കത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ വഴി. ഈ വഴി ആഗ്രഹിച്ച് മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. വീണ്ടും ഒരു വഴി കൂടിയുണ്ട്, വിശാലമായ വഴി, വീതിയുള്ള വഴി. അത് നാശത്തിൻ്റെ വഴിയാണ്. അതിൽ കൂടി അനേകർ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ബോധിച്ച വഴി, നമുക്ക് ഇഷ്ടമുള്ള വഴിയാണ്. അത് പാപത്തിൻ്റെ വഴികളായിരിക്കാം ഒരു പക്ഷെങ്കിൽ. അപ്പോൾ ഈ വഴി അല്ല നമുക്ക് ആവശ്യം. നിത്യജീവങ്കിലേക്ക് കടന്നു പോകാനുള്ള വഴി അത് ദൈവത്തിൻ്റെ വഴിയാണ്. ആ വഴിയെ കടന്നു പോകുവാൻ ഈ 2025 ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായിതല്ലോ മോക്ഷവഴി. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. എൻ്റെ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. മുട്ടുകൾ തീർത്തിടും, കണ്ണുനീർ തുടയ്ക്കും, ദുഃഖമെല്ലാം തീർത്തിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം മുതൽ ഇതുവരെയും കാത്ത് സൂക്ഷിച്ച പരിപാലിച്ച ജീവനും ഭക്തിക്കും വേണ്ടുന്നതെന്ന് പോറ്റി പുലർത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിൻ്റെ വഴിയെ ഞങ്ങളെ നടത്തണമേ. ആ ജീവൻ്റെ വഴി ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ നിത്യജീവങ്കിലേക്കുള്ള വഴിയെ ഞങ്ങളെ നടത്തണമേ. അതിനായിട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഈ രാത്രികാലം നല്ല ഉറക്കവും ആശ്വാസവും ഞങ്ങൾക്ക് തരണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ,
ഞങ്ങളുടെ രോഗികളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ. ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും കാൽവർ ക്രൂശിലെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കാഴ്ച കണ്ട കർത്താവെ, ഉറങ്ങി ഉണരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.